PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരാഫെഡ് അസിസ്റ്റൻ്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC തുടങ്ങിയ ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ മൊഡ്യൂളിലെ ടൈപ്സ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ഇതുവരെയുള്ള സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ടൈപ്സ് ഓഫ് ഓഡിറ്റ്. ആദ്യത്തേത് ഇൻറ്റേർണൽ ഓഡിറ്റ്. Internal audit is an independent appraisal of activity within an organization for reviewing the accounting, financial and other operations. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ സാലറീഡ് എംപ്ലോയീസ് തന്നെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ, അക്കൗണ്ടിങ്, മറ്റ് ഓപ്പറേഷൻസ് എല്ലാം വെരിഫൈ ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓപ്പറേഷണൽ ഓഡിറ്റ്. Internal audit is a managerial control to measure and evaluate the effectiveness of other controls. ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റിനെയാണ്. ഓപ്പറേഷണൽ ഓഡിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് എ മാനേജരിയൽ കൺട്രോൾ ടു മെഷർ ആൻഡ് ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അതർ കൺട്രോൾസ്. രണ്ടാമത്തേത് കൺകറൻറ്റ് ഓർ കണ്ടിന്യൂസ് ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ മറ്റൊരു പേരാണ് കൺകറൻറ്റ് ഓഡിറ്റ് എന്നത്. കൺകറൻറ്റ് ഓർ കണ്ടിന്യൂസ് ഓഡിറ്റ് ഈസ് വൺ ദാറ്റ് ദ ഓഡിറ്റർ വിസിറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെയിലി, റെഗുലർലി ഓർ പീരിയോഡിക്കലി ആൻഡ് കംപ്ലീറ്റ്സ് ദ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ് അപ് ടു ഡേറ്റ്. ഓരോ വർഷത്തെയും അക്കൗണ്ടിങ് വർക്ക്സ് അപ് ടു ഡേറ്റ് ആയിട്ട് ഓഡിറ്റർ ചെക്ക് ചെയ്ത് പോകുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുകയാണ്. ഡെയിലി ആവാം, വീക്കിലി ആവാം, മന്ത്ലി ആവാം. അങ്ങനെ റെഗുലർലി വന്ന് റെക്കോർഡ്സിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുന്നു. കൺകറൻറ്റ് ഓർ കണ്ടിന്യൂസ് ഓഡിറ്റ് ഈസ് വൺ ദാറ്റ് ദ ഓഡിറ്റർ വിസിറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെയിലി, റെഗുലർലി ഓർ പീരിയോഡിക്കലി ആൻഡ് കംപ്ലീറ്റ്സ് ദ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ് അപ് ടു ഡേറ്റ്. Mistakes and frauds can be discovered easily and quickly and rectified then and there during the course of audit itself. ഈ കൺകറൻറ്റ് ഓഡിറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മിസ്റ്റേക്സും ഫ്രോഡ്സും ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അത് പെട്ടെന്ന് തിരുത്താനും കഴിയും. അടുത്തത് ആനുവൽ ഓർ ഫൈനൽ ഓഡിറ്റ്. ആനുവൽ ഓഡിറ്റ് ഈസ് ഡൺ അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഓർ ട്രേഡിംഗ് പീരീഡ് വെൻ ഫൈനൽ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫൈനലായിട്ട് ചെയ്യുന്ന ഓഡിറ്റാണ് ഫൈനൽ ഓഡിറ്റ് അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. പീരിയോഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നതും ഫൈനൽ ഓഡിറ്റാണ്. ആനുവൽ ഓഡിറ്റ് ഈസ് ഡൺ അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഓർ ട്രേഡിംഗ് പീരീഡ് വെൻ ഫൈനൽ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. അടുത്തത് ടെസ്റ്റ് ഓഡിറ്റ്. ടെസ്റ്റ് ഓഡിറ്റ് ഈസ് വൺ സ്പെഷ്യൽ ടു ദ കോപ്പറേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഓഡിറ്റാണ് ടെസ്റ്റ് ഓഡിറ്റ്. ടെസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ ഡയറക്ടർ. അഡീഷണൽ ഡയറക്ടർ നമ്മൾ പഠിച്ചു. DCA, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഏറ്റവും മുകളിൽ, ഒരു സംസ്ഥാനത്ത് ഏറ്റവും മുകളിലുള്ളത് DCA ആണ്. അതിന് താഴെ വരുന്നതാണ് ഓഡിറ്റ് വിങ്ങിൽ, അതിൽ DCAക്ക് താഴെ വരുന്നതാണ് അഡീഷണൽ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ റാങ്കിൽ കുറയാത്ത ഒരാളാണ് ഈ ടെസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. An audit which start with a checking of items appearing in the balance sheet and works back to the books of original entry for evidence. ഒറിജിനൽ എൻട്രിയുടെ എവിഡൻസ് വെച്ചുകൊണ്ട് ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് വൈസ് ചെക്ക് ചെയ്ത് പോകുന്നതാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. An audit which start with checking of items appearing in the balance sheet and works back to the books of original entry for evidence. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റെഫേഴ്സ് ടു ദ ഓഡിറ്റ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ് ക്യാരിഡ് ഔട്ട് കമ്പൽസറിലി അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ഓർ ലോ. ലോയിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഓഡിറ്റാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അത് നിയമാനുസൃതം ആയിട്ട് ചെയ്യേണ്ടതാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റെഫേഴ്സ് ടു ദ ഓഡിറ്റ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ് ക്യാരിഡ് ഔട്ട് കമ്പൽസറിലി അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് എ സ്റ്റാറ്റ്യൂട്ട് ഓർ ലോ. അടുത്തത് ഇൻ്ററിം ഓഡിറ്റ്. An audit conducted in between two annual audit for some specific purpose is called interim audit.
വർഷത്തിൽ അവസാനം ചെയ്യുന്നതാണ് ഫൈനൽ ഓഡിറ്റ് അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റ്. 2 ഫൈനൽ ഓഡിറ്റിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഓഡിറ്റിനെയാണ് ഇൻ്ററിം ഓഡിറ്റ് എന്ന് പറയുന്നത്. An audit conducted in between 2 annual audit for some specific purpose. ഒരു പ്രത്യേക കാരണത്തിനായിരിക്കണം ഈ ഇൻ്ററിം ഓഡിറ്റ് ചെയ്യുന്നത്. പ്രധാനമായും ഇൻ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻ്ററിം ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത് സോഷ്യൽ ഓഡിറ്റ്. സോഷ്യൽ ഓഡിറ്റ് റെഫേഴ്സ് ടു ദ ഇവാലുവേഷൻ ഓർ അസസ്മെൻറ്റ് ഓഫ് എ കമ്പനീസ് പെർഫോമൻസ് എഗെയിൻസ്റ്റ് ദ പ്ലാൻഡ് ഗോൾസ് ഇൻ ദ ഏരിയ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സാമൂഹിക പ്രതിബദ്ധതയ്ക്കനുസരിച്ചാണോ ഈ സൊസൈറ്റിയുടെ വർക്കിംഗ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഓഡിറ്റാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇവാലുവേഷൻ ഓർ അസസ്മെൻറ്റ് ഓഫ് എ കമ്പനീസ് പെർഫോമൻസ് എഗെയിൻസ്റ്റ് ദ പ്ലാൻഡ് ഗോൾസ് ഇൻ ദ ഏരിയാസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അടുത്തത് സ്പെഷ്യൽ ഓഡിറ്റ്. An audit conducted with a certain specific object is known as special object. Special audit is a type of fact-finding enquiry. എന്തെങ്കിലും ഒരു ഫാക്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ഡൗട്ട് വരികയും അത് കണ്ടുപിടിക്കുന്നതിനും വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന ഓഡിറ്റാണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം അല്ലെങ്കിൽ സ്പെസിഫിക് ഒബ്ജക്റ്റിന് വേണ്ടിയായിരിക്കും ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് മീൻസ് അപ്രൈസൽ ഓഫ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രൊസീജിയർ. മാനേജ്മെൻറ്റ് അപ്രൈസലിൻ്റെ ക്വാളിറ്റി ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. കോസ്റ്റ് ഓഡിറ്റ് ഈസ് ദ ഓഡിറ്റ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് വിച്ച് ഇംപ്ലൈസ് ചെക്കിംഗ് അപ് ടു ദ കറക്റ്റ്നെസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് കോസ്റ്റ് ഡാറ്റ. കോസ്റ്റ് ഡാറ്റയുടെയും കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെയൊക്കെ കൃത്യത ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഓഡിറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. അടുത്തത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷനാണ്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്ററാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ഇൻ ദ ബുക്സ് ഓഫ് മാർക്സ് സെക്യൂർഡ് ബൈ ദ സൊസൈറ്റി. സൊസൈറ്റി സെക്യൂർ ചെയ്യുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഡിറ്റർ ചെയ്യുന്നത്. 60 മാർക്കിന് മുകളിലാണ് എങ്കിൽ, ഒരു സൊസൈറ്റിക്ക് കിട്ടിയ മാർക്ക് 60 കൂടുതലാണ് എങ്കിൽ അത് എ കാറ്റഗറിയിൽ വരും. ബിറ്റ്വീൻ 50 to 59 ബി കാറ്റഗറി. ബിറ്റ്വീൻ 35 to 49 സി കാറ്റഗറി. 35 താഴെയാണെങ്കിൽ ബിലോ 35 ഡി കാറ്റഗറി. എ ബി സി ഡി ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ഓഡിറ്ററാണ്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഡി മീൻസ് നോൺ വയബിൾ ആൻഡ് ഇൻസഫിഷ്യൻറ്റ്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഡി മീൻസ് നോൺ വയബിൾ ആൻഡ് ഇൻസഫിഷ്യൻറ്റ്. ഇതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ. ഇനി കോമൺ ആയിട്ടുള്ള ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഓഡിറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അനുസരിച്ചാണ്. പ്രധാനമായും 3 തരംതിരിച്ചിരിക്കുന്നു: സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ് ആൻഡ് ഗവൺമെൻറ് ഓഡിറ്റ്. ആദ്യത്തേത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഏതെങ്കിലും ഒരു നിയമത്തിന് അനുസരിച്ച് കമ്പൾസറി ചെയ്യേണ്ടത്, നിർബന്ധമായും ചെയ്യേണ്ട ഓഡിറ്റാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് കമ്പനി ഓഡിറ്റ്, ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ് അക്കൗണ്ട്സ്, ഓഡിറ്റ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ് കമ്പനീസ്, ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് ഒക്കെയാണ്. ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് എ ടൈപ്പ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന് ഉദാഹരണങ്ങൾ കമ്പനി ഓഡിറ്റ്, ട്രസ്റ്റ് അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റ്, ഓഡിറ്റ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ മീൻസ് ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി, ബാങ്ക്സ് ആൻഡ് ഇൻഷുറൻസ്, ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ രണ്ടാമത്തേത് പ്രൈവറ്റ് ഓഡിറ്റ്. പ്രൈവറ്റ് ഓഡിറ്റ് റെഫേഴ്സ് ടു ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് പ്രൈവറ്റ് ബിസിനസ് എൻ്റർപ്രൈസസ് സച്ച് ആസ് സോൾ ട്രേഡർ, പാർട്ട്ണർഷിപ്പ് ആൻഡ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. Such an audit is not required by statute, but it is left to the direction of the owner. ഒരു ബിസിനസ്സിൻ്റെ ഓണറുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നതാണ് പ്രൈവറ്റ് ഓഡിറ്റ്. നിർബന്ധമായും ചെയ്യേണ്ടതില്ല. പ്രൈവറ്റ് ഓഡിറ്റിന് ഉദാഹരണങ്ങളാണ് ഓഡിറ്റ് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ, ഓഡിറ്റ് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ഓഡിറ്റ് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് അതർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൂന്നാമത്തെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഗവൺമെൻറ് ഓഡിറ്റ്. Government audit means an audit of accounts of government departments and offices, government companies and government statutory corporations.
The government maintains a separate department in the name of Accounts and Audit Department which perform the audit of its different departments and offices. ഗവൺമെൻറ് ഓഡിറ്റ് വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ്. ഗവൺമെൻറ് ഓഡിറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഓഡിറ്റ് ആസ് ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് വിത്ത് ഹ്യൂജ് സം ഓഫ് പബ്ലിക് മണി ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ജനറൽ ബോഡിയാണ്. DCA അപ്രൂവ് ചെയ്ത പാനലിൽ നിന്നും ജനറൽ ബോഡി തിരഞ്ഞെടുക്കുന്നതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റർ. എന്നാൽ കമ്പനി ഓഡിറ്റിൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡറാണ്. ഇൻ കമ്പനി ഓഡിറ്റ് ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. മേ ഓർ മേ നോട്ട് ബി എ ചാർട്ടേഡ് അക്കൗണ്ട്. എന്നാൽ കമ്പനി ഓഡിറ്റിൽ ഓഡിറ്റർ എന്തായിരിക്കണം? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, ഒരു CA കാരനായിരിക്കണം. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഓഡിറ്റർ അണ്ടർ ദ കൺട്രോൾ ഓഫ് DCA. DCAയുടെ കൺട്രോളിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഓഡിറ്റർ വർക്ക് ചെയ്യുന്നത്. എന്നാൽ കമ്പനി ഓഡിറ്റിൽ ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാണ്. ആരാലും അഫക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാണ് കമ്പനിയുടെ കേസിൽ ഓഡിറ്റർ എന്ന് പറയുന്നത്. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഓഡിറ്റർ DCAയുടെ അണ്ടറിലാണ്. രണ്ടും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് തന്നെയാണ്. കമ്പനി ഓഡിറ്റും കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ്. പക്ഷേ നിയമത്തിൽ വ്യത്യാസമുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റ് ആണ്. കമ്പനി ഓഡിറ്റിൻ്റെ ഗൈഡ് ലൈന് കമ്പനീസ് ആക്ട്. ടൈപ്സ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഡിറ്റ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഓഡിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്